ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് സുകുമാരക്കുറുപ്പിന് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും ക്രൈംബ്രാഞ്ച് തുടങ്ങുന്നു എന്നത്. 42 വർഷമാകുന്നു സുകുമാരക്കുറുപ്പിനെ കാണാതായിട്ട്. ചാക്കോ വധത്തിന് ശേഷം ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പ് എവിടെ എന്നതിനെക്കുറിച്ച് ഇതുവരെ ആർക്കും ഒരു ഉറപ്പുമില്ല. ഒരു കാര്യം നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയും, അദ്ദേഹം ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. 82 വയസ്സാകുന്നു അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ. ഈ ഒരു ഘട്ടം വരെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുമായോ മറ്റു ബന്ധുക്കളുമായോ യാതൊരു തരത്തിലും ഇടപെട്ടിട്ടില്ല എന്ന ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘങ്ങൾ എത്തിയിട്ടുള്ളത്. സുകുമാരക്കുറുപ്പിൻ്റെ ഒളിവിൻ്റെ ഒരു തുടക്കം പരിശോധിച്ചാൽ അതിങ്ങനെയാകാനാണ് സാധ്യത. കൊൽക്കട്ടയിലെത്തി അദ്ദേഹം ചികിത്സ തേടി എന്ന കാര്യമൊക്കെ ശരിയായിരിക്കണം. കാരണം ഈ നഴ്സ് പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഭാസ്കരപിള്ള ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലാകുന്നു, താൻ പിടിയിലാകുമെന്ന് കാണുമ്പോൾ ആലുവയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഒളിവിൽ പോകുന്നത്. അവിടെ നിന്ന് ഒരുപക്ഷെ കൊൽക്കട്ടയിലേക്കും പിന്നീട് നേപ്പാളിലേക്കോ മറ്റോ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളിലേക്ക് കടക്കുകയും അവിടെ നിന്ന് ഗൾഫിലേക്ക് തന്നെ പോകാനുള്ള ഒരു സാധ്യതയാണ്. ഗൾഫിൽ തന്നെയാണ് നേരത്തെ ജോലി ചെയ്തിരുന്നത്. UAE-യിൽ പെട്രോളിയം കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനായി ജോലി ചെയ്തിരുന്ന കുറുപ്പ് ഇവിടെ ഇങ്ങനെ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്തു വരുമ്പോൾ തീർച്ചയായും കുറുപ്പിന് ഒരു പ്ലാൻ 2 അല്ലെങ്കിൽ പ്ലാൻ B ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഏതാണ്ട് 15 ലക്ഷം രൂപയുടെ അന്നത്തെ 40 കൊല്ലം മുൻപുള്ള ഒരു ഇൻഷുറൻസാണ്, 42 കൊല്ലം മുമ്പുള്ള തുകയാണ്. ആ ഒരു ഇൻഷുറൻസിന് വേണ്ടി ഒരാളെ കൊലപ്പെടുത്തി ആ പണം തട്ടാം എന്ന് കരുതുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് ഉന്നതമായ ഒരു സ്ഥാനത്തിരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പാളിച്ച പറ്റില്ല. അങ്ങനെ പാളിച്ച പറ്റിയാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നത് ഉറപ്പിച്ചിരിക്കും. അവിടെ നിന്ന് ഗൾഫിലേക്ക് എത്തുന്ന സുകുമാരക്കുറുപ്പ് ഒരുപക്ഷെ പിന്നീട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാകുക. ഒരു കാരണവശാലും കുറുപ്പ് കേരളത്തിലേക്ക് പിന്നെ വരാനുള്ള സാധ്യതയില്ല. നമ്മളിപ്പോൾ ഇതിനെ ചേർത്ത് വായിക്കുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ 40 വർഷം മുൻപ് നടന്ന കൊലപാതകത്തിലെ പ്രതി പിടിയിലായതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഇങ്ങനെ പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ചോദ്യം. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രതിയെ പിടികൂടിയത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ മറ്റൊരാൾ ചികിത്സയ്ക്കെത്തുന്നു, കൊല്ലം സ്വദേശിയാണ്. അവർ തമ്മിൽ പരിചയപ്പെടുകയും മുൻപ് നടന്ന ഒരു കൊലപാതകത്തിൻ്റെ കാര്യം അത് ഈ പ്രതി തന്നെയാണ് ഇങ്ങോട്ട് ആരായുന്നത്. അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ കേൾക്കുന്ന ആളിന് മനസ്സിലാകുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒളിവിലുള്ള ആളാണ് തന്നോട് സംസാരിക്കുന്നതെന്ന്. അങ്ങനെ ഈ കേട്ടയാൾ പോലീസിനോട് പറയുകയും 40 വർഷത്തിന് ശേഷം പോലീസ് പ്രതിയെ പിടികൂടുകയുമായിരുന്നു. അളുജനെ കൊന്ന കേസിലെ പ്രതിയാണ്. ഒരു പക്ഷേ സുകുമാരക്കുറുപ്പിനെ പോലെ ഏറ്റവും തന്ത്രശാലിയായ ഒരാൾ ഒരു കാരണവശാലും ഈ കാലഘട്ടത്തിനുള്ളിൽ തൻ്റെ ഐഡൻറ്റിറ്റി ഏതെങ്കിലും തരത്തിൽ ഒരാളോട് വെളിപ്പെടുത്താൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ വിരമിച്ച നഴ്സ് പറയുന്ന കാര്യം. കൊൽക്കട്ടയിൽ വെച്ച് കുറുപ്പിനോട് ഈ അദ്ദേഹത്തിൻ്റെ സ്ഥലത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉള്ളതാണെന്ന് പറയുന്നു. പിന്നീട് അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ്. അതിനർത്ഥം ഏതെങ്കിലും തരത്തിൽ അവിടെ ചുറ്റിപ്പറ്റി നിന്ന് പിടികൊടുക്കുന്ന ഒരു ബുദ്ധിമോശം സുകുമാരക്കുറുപ്പ് കാണിച്ചില്ല എന്നത് തന്നെയാണ്. അവിടെയാണ് ഈ 2 കേസുകളും തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കാത്ത, ഒരുപക്ഷെ ഈ ഘട്ടം വരെ വലിയ തോതിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ, അത് ഫോണാകട്ടെ അല്ലെങ്കിൽ മെയിൽ അയക്കുന്ന ഒരു സംവിധാനമാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ബന്ധുക്കളെ ആവശ്യമായ ഘട്ടങ്ങളിൽ മാത്രം കാണാനെത്തുന്ന ഒരാളായി ഒന്ന് ജീവിതം പരിമിതപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗം വളരുന്ന അതിനനുസരിച്ച് പലപ്പോഴും ഇപ്പോൾ കേസുകൾ തെളിയുന്നത് ഇങ്ങനെ ഡിജിറ്റൽ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. അതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് മറ്റൊരു കേസ് കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അത് ആഡ് ആൻ്റണിയുടെ കേസാണ്. ആഡ് ആൻ്റണിയെ പിടിക്കാൻ പോലീസിന് വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടത്. ആഡ് ആൻ്റണി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ വസ്തുക്കൾ ഉപയോഗിക്കാത്ത ഒരാളാണ്. അങ്ങനെ പരിപൂർണമായി ഒരാൾ ബന്ധുക്കളെ വിളിക്കാതിരിക്കുക, മാറി മാറി യാത്ര ചെയ്യുക, വ്യത്യസ്തമായ പേരുകളിൽ സഞ്ചരിക്കുക, ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിക്കുക, ഇത്തരം കാര്യങ്ങളാണെങ്കിൽ ഒരുപക്ഷെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നവർ ആധാർ കാർഡ് ഉൾപ്പെടെ വ്യാജമായി തയ്യാറാക്കിയാണ് വരുന്നത്. ആ തരത്തിൽ കാലാനുസൃതമായി ആവശ്യമുള്ള രേഖകൾ മാത്രം തനിക്ക് ആവശ്യമുള്ള യാത്രകൾക്ക് വേണ്ടി തയ്യാറാക്കി
സഞ്ചരിക്കുന്ന ബുദ്ധിമാനായ ഒരു ക്രിമിനലാണെങ്കിൽ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്റർപോൾ വരെ പരിശ്രമിച്ച ഒരു കേസാണ്. അവിടെയാണ് സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ വീണ്ടും ക്രൈംബ്രാഞ്ച് ഇറങ്ങിപ്പുറപ്പെടുന്നത്. മറ്റൊന്ന് ആലപ്പുഴ വണ്ടാനത്ത് സുകുമാരക്കുറുപ്പ് നിർമ്മിച്ച വീടാണ്. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ വഴി ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കൾ, മനസ്സിലാക്കുന്നത് 2 ആൺമക്കളാണ്. ഈ 2 പേരും വിദേശത്താണുള്ളത്, ഗൾഫിലാണുള്ളത്. സുകുമാരക്കുറുപ്പും ആദ്യം ഗൾഫിലായിരുന്നു. ഒരുപക്ഷെ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം പോകാൻ സാധ്യതയുള്ളതും ഗൾഫിലാണ്. ഒന്നുകിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ 1 രൂപ പോലും പിന്നീട് മറ്റൊരു തരത്തിൽ ഈ വീട്ടിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി വരികയോ അത് പോലീസിൻ്റെ ശ്രദ്ധയിലേക്കോ വരികയോ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി തന്ത്രപരമായ ഒരു നീക്കം നടത്തി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ വീട്, അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി ആ വീടിനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ തിരോധാനത്തോടുകൂടി ആ വീടിനോടുള്ള ഒരു പ്രത്യേക താല്പര്യം അസ്തമിക്കുകയും വീട്ടുകാർക്ക് അതിനോടൊരു താല്പര്യമില്ലാതാവുകയും ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും ജീവനോടെ ഉണ്ടായിരുന്ന കാലത്ത്, ഇപ്പോൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വളരെ കുറച്ച് സാധ്യതകൾ മാത്രമേ ഒരു വിലയിരുത്തലാൽ കാണാൻ കഴിയുന്നുള്ളൂ. അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപക്ഷെ ബന്ധുക്കളുമായി സംസാരിച്ചിരിക്കണം, ഇടപഴകിയിട്ടുണ്ടായിരിക്കണം. അത് ഈ പറയുന്നത് പോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ ആയിരിക്കണം. ഒരുപക്ഷെ ഗൾഫിൽ കുറേ കാലം കഴിഞ്ഞ ശേഷം വീണ്ടും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാകണം. ഒരുപക്ഷെ അത് കേരളമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. മറ്റ് സംസ്ഥാനങ്ങളിൽ ജീവിച്ചുകൊണ്ട് അദ്ദേഹം കുടുംബാംഗങ്ങളുമായി ഒരുപക്ഷെ ഇടപെട്ടിട്ടുണ്ടാകാം. എങ്കിൽ തന്നെയും ഇപ്പോൾ പറയുന്നു, പോലീസ് അന്വേഷണത്തിൽ കുറുപ്പിനെ കണ്ടെത്തുക അത്ര കണ്ട് എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ കണ്ടെത്തിയില്ലെന്നും വരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.